കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ലൈഫ് ഭവന പദ്ധതിയിൽ കേന്ദ്രമുദ്ര വേണമെന്ന തർക്കം രൂക്ഷമായിരിക്കെ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ നൽകേണ്ട 2 ലക്ഷത്തിലേറെ വീടുകൾക്ക് നിർമ്മാണാനുമതി നൽകാതെ കേന്ദ്ര സർക്കാർ. ഇതോടെ പദ്ധതിയിൽ കേരളത്തിനു ലഭിക്കേണ്ട 1500 കോടിയിലേറെ രൂപ മുടങ്ങി. കേന്ദ്രാനുമതി ലഭിച്ചെങ്കിലേ PMAY വീടുകൾ നിർമ്മിക്കാനാവൂ. ഈ വീടുകൾ കൂടി ഉൾപ്പെട്ടതാണ് സംസ്ഥാനത്തെ ലൈഫ് പദ്ധതി. വീടൊന്നിന് ഗ്രാമങ്ങളിൽ 72,000 രൂപയും നഗരങ്ങളിൽ 1.5 ലക്ഷം രൂപയുമാണ് കേന്ദ്ര സഹായം. ഈ തുക അപര്യാപ്തമായതിനാൽ ശേഷിക്കുന്ന തുക സംസ്ഥാനം കൂടി ചിലവഴിച്ചാണ് ലൈഫ് വഴി PMAY പദ്ധതി അനുസരിച്ചുള്ള വീട് നിർമ്മാണം. നഗരങ്ങളിലെ പദ്ധതിക്ക് 1424 കോടി രൂപയും ഗ്രാമങ്ങളിലേതിന് 187 കോടി രൂപയും PMAYയിൽ കേന്ദ്ര സഹായം കിട്ടി. 2020-21 വർഷം അനുമതി ലഭിച്ച വീടുകളിൽ ഭൂരിഭാഗവും നിർമ്മാണം പൂർത്തിയായി. എന്നാൽ തൊട്ടടുത്ത 2 സാമ്പത്തിക വർഷങ്ങളിൽ എത്ര വീടുകളെന്ന് നിശ്ചയിക്കാനോ അനുമതി നൽകാനോ കേന്ദ്രം തയ്യാറായില്ല. ഇങ്ങനെ ഗ്രാമങ്ങളിൽ 2.01 ലക്ഷം, 20,688 എന്നിങ്ങനെ വീടുകളുടെ നിർമ്മാണം അനിശ്ചിതത്വത്തിലായി. പലവട്ടം ആശയവിനിമയം നടത്തിയിട്ടും കേന്ദ്രാനുമതി ലഭിച്ചില്ലെന്ന് തദ്ദേശ വകുപ്പ് അധികൃതർ പറഞ്ഞു. കേന്ദ്ര സഹായധനമുള്ള പദ്ധതികൾ നടപ്പാക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റേതായി ബ്രാൻഡ് ചെയ്ത് പേരും മുദ്രയും ചേർക്കണമെന്നാണ് സംസ്ഥാനങ്ങൾക്കുള്ള നിർദ്ദേശം. തുടർന്ന് ലൈഫിന്റെ വീടുകളിൽ PMAY പദ്ധതിയുടെ പേരും ലോഗോയും ചേർക്കാൻ കേന്ദ്രം നിർബന്ധിച്ചു. വീടുകളിൽ പേരെഴുതി വെക്കുന്നത് ആനുകൂല്യം ലഭിച്ചയാളുടെ അന്തസ്സോടെയുള്ള ജീവിതത്തെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ വഴങ്ങിയില്ല. ലൈഫ് വീടുകളിൽ കേരള സർക്കാരിന്റെ പേരോ മുദ്രയോ ഇല്ലെന്ന് വ്യക്തമാക്കി മന്ത്രി MB രാജേഷ് കത്തയച്ചെങ്കിലും കേന്ദ്രം മറുപടി നൽകിയില്ല. PMAYയുടെ ചിത്രം ഇങ്ങനെയാണ്. ഗ്രാമീണ വീടുകൾ 2,36,670, നഗര വീടുകൾ 1,31,926. 2020-21 അനുമതി ലഭിച്ചവ ഗ്രാമത്തിൽ 35,190 വീടുകൾ, പൂർത്തീകരിച്ചത് 32,646. നഗരങ്ങളിൽ 1,11,238 വീടുകൾ, പൂർത്തീകരിച്ചത് 80,259 എണ്ണം. രാഷ്ട്രീയ ലക്ഷ്യത്തിൽ പ്രതികാര ബുദ്ധിയോടെ പെരുമാറുകയാണ് കേന്ദ്ര സർക്കാരെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു.